ഹലോ ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മഹാബലേശ്വരിലെ ഫേമസ് ആയിട്ടുള്ള വെണ്ണ ലേക്കിലെ ബോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് നേരെ ബോട്ടിംഗ് ചെയ്യുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനത്തെ അവൈലബിൾ ആണ്. പെഡൽ ബോട്ടാണെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും, അതല്ലാതെ ഇങ്ങനെ താറാവിൻ്റെയും പിന്നെ അരയന്നത്തിൻ്റെയൊക്കെ ഷേപ്പിലുള്ള കുറേ ബോട്ടുകൾ അവൈലബിൾ ആണ്. നമ്മൾ ഇതുപോലത്തെ ഒരു റെഡ് ബോട്ടിൽ ഇങ്ങനെ ബോട്ടിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ചുറ്റും കാണുന്ന കാഴ്ചകൾ നല്ല ഭംഗിയുണ്ട്. ചുറ്റും ചെറിയ മലനിരകളായിരുന്നു. പിന്നെ അത് മാത്രമല്ല നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു, ചെറിയൊരു ലൈറ്റ് ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അപ്പൂസിന് ഒരു ആവേശത്തിൽ ഞാൻ ചവിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഫ്രണ്ടിലിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് തന്നു. പിന്നെ ഞാനും ഏട്ടനും കൂടെ ചവിട്ടി. തീർച്ചയായിട്ടും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ വെള്ളത്തിൻ്റെ ഒരു സൗണ്ടും നല്ല തണുത്ത കാറ്റും ചെറിയൊരു വെയിലിൻ്റെ ചൂടും സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കുതിര സവാരി നടത്തി. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഏട്ടനെയും ഉണ്ണിനെയും കയറ്റി വിട്ടു. എനിക്ക് കുതിരയിൽ കയറാൻ ചെറിയൊരു പേടിയുണ്ട്. കുതിര സവാരി കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമായി. ഒരു ചായയും പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ മഹാബലേശ്വരിൽ എനിക്ക് ഏറ്റവും പ്രത്യേകത തോന്നിയത് അവിടെ ഒരുപാട് ഫ്രഷ് സ്ട്രോബെറീസ് അവൈലബിൾ ആണ് കേട്ടോ. കുറേ സ്ഥലങ്ങളിൽ സ്ട്രോബെറി ഫാം ഫ്രഷ് അവൈലബിൾ ആയിരിക്കും. റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ സ്ട്രോബെറീസ് വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അത് മാത്രമല്ല കുറേ സ്ഥലങ്ങളിൽ ഫാമിൽ പോയിട്ട് ഫ്രഷ് സ്ട്രോബെറി വലിക്കാനുള്ള ചാൻസും കിട്ടുന്നുണ്ടോ. പക്ഷെ ഞങ്ങൾക്ക് പ്ലാൻ സി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ലഞ്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ലിംഗമല വാട്ടർഫാൾസ് കാണാനായിട്ട് പോയി. ഒരു അടിപൊളി ഫോറസ്റ്റിൽ കൂടിയുള്ള യാത്രയായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ലിംഗമല വാട്ടർഫാൾസ് പോയ എക്സ്പീരിയൻസ് ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.